ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട. ഒരു പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രവർത്തനം അതിനകത്ത് വേണ്ട. ഈ രാഷ്ട്രീയ പ്രവർത്തനം സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡിനകത്തായാൽ വല്ല പ്രശ്നമുണ്ടോ? സംഭവം നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് സൂര്യനല്ല, ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ ഓർക്കണം, സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയാണ് അദ്ദേഹം അതിനുള്ളിൽ നിന്ന് വരുന്നത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിന് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്. ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. അങ്ങനെ ആശുപത്രിയിലും രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി മുരളീധരൻ സാറ്. ചോറ് തിന്നുന്നവന് മനസ്സിലാവും എന്താ അവിടെ ഉദ്ദേശിച്ചിറക്കണമെന്ന്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കടക്കം നിയന്ത്രണം. ഈ മന്ത്രിയുടെ പ്രസ്താവന കേട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇനി അഥവാ കൊടികുത്തി പരിപാടിയൊന്നും വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ കൊടി കുത്താതെ നിങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്ക്. ആൾക്കാർക്ക് അതേപോലെ കൃത്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയിൽ രാഷ്ട്രീയം നോക്കാതെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഏരിയയിലുള്ളത്. എന്തായാലും നല്ല കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്, മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പോൺസേർഡ് ബൈ സുധാകരൻ അല്ലെങ്കിൽ സ്പോൺസേർഡ് ബൈ ഇന്ന ആളുടെ പേര് വെച്ചിട്ട് അവിടെ കൊടുക്കും. അത് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് പ്രിയദർശിനി എന്നുള്ളൊരു പേരിട്ടു? ഇന്ദിരാഗാന്ധിയുടെ പേരിന്റെ ഒരു ഭാഗമായി ഉപയോഗിച്ച ഒരു പേര് തന്നെയല്ലേ അത്? അതും ഇതുമായി ഒരിക്കലും കമ്പയർ ചെയ്യല്ല. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. പ്രിയദർശിനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടാതെ ആവും, അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പറയുമ്പോൾ ചാനൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സൈഡിൽ കാണുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് വിടുക. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട ശേഷം മാത്രം കമന്റ് ചെയ്യുക. നമുക്ക് നേരെ മന്ത്രി പറഞ്ഞ ആ വാചകത്തിലോട്ട് പോകാം. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട. ആദ്യമായി പറഞ്ഞ കാര്യം കമ്മ്യൂണിറ്റി കിച്ചൺ, അതൊക്കെ ഒന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരൂ. എന്നിട്ട് പറഞ്ഞാൽ പോരെ ഇത് തിന്നുമില്ല തീറ്റയ്ക്കും എന്നുള്ള ഒരു അവസ്ഥ. ഇത് പാരലായിട്ട് ആൾക്കാർക്ക് സൗകര്യപ്രദമായി ഭക്ഷണം നിങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയുന്നതിൽ കാര്യമുണ്ട്. ഭക്ഷണല്ലേ, അല്ലാണ്ട് വേറെ ഒന്നുമല്ലല്ലോ. അതില് രാഷ്ട്രീയം കൊണ്ടുവരണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രവർത്തനം അതിനകത്ത് വേണ്ട. ഈ രാഷ്ട്രീയ പ്രവർത്തനം സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡിനകത്തായാൽ വല്ല പ്രശ്നമുണ്ടോ? അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്ക് ഹോസ്പിറ്റൽ വളപ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനെ കൊണ്ടേ പ്രശ്നമുള്ളൂ. അങ്ങനെയാണല്ലോ പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞേ. സ്ത്രീകൾ പീരീഡ്സിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന പാഡിനകത്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം. സംഭവം നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് സൂര്യനല്ല, ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ ഓർക്കണം, സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയാണ് അദ്ദേഹം അതിനുള്ളിൽ നിന്ന് വരുന്നത്. അത് കാണുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥ പരിതാപകരം. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. ഇനി അഥവാ DYFI പൊതുച്ചോറ് കൊടുത്തിട്ട് വോട്ട് പിടിക്കാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഒന്ന് ഓർത്തോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ മന്ത്രിസ്ഥാനത്ത് അവിടെ ഇരിക്കില്ലായിരുന്നു. അപ്പൊ അത് വേറെ ഇത് വേറെ. വോട്ട് പിടിക്കാനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തിനെ പുച്ഛിക്കാതിരിക്കുക. അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിന് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്. അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തു. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണം. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ സ്വന്തം അച്ഛൻ അന്നം കൊടുക്കുന്നത് വലത് കൈ അറിഞ്ഞിട്ട് ഇടത് കൈ അറിയാത്തതാണോ? സംശയമാണേ. എന്താന്ന് വെച്ചാൽ അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിന് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്. ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. എനിക്കറിയില്ല. ഇനി ആശാനും അടുപ്പിലും
എന്നുള്ള അവസ്ഥയാണോ എന്നുള്ളത്. പറയുന്നൊന്ന് ചെയ്യുന്നത് വേറെ ഒന്ന്. കൊണയടിക്ക് ഒരു കുറവുമില്ല, അൺലിമിറ്റഡ്. പിന്നെ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നവർക്ക് അറിയാം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് അത്രയും നാൾ അവരുണ്ടാക്കി വെച്ച ഒരു സമ്പാദ്യം പോവാൻ അധികം സമയമൊന്നും വേണ്ട. ഹോസ്പിറ്റൽ ബില്ല് ആ സമയത്ത് ഇവർക്ക് ഒരു ഭക്ഷണ പൊതി കിട്ടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. എന്തിനാണ് അതിൽ രാഷ്ട്രീയം മിക്സ് ചെയ്തിട്ട് മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്നത്? ഹോസ്പിറ്റലിൽ തന്നെ ഫുഡ് വാങ്ങുന്ന ഒരു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തായാലും നമുക്കൊന്ന് കാണാം. ആരോഗ്യമന്ത്രി പറഞ്ഞു കേട്ടിരുന്നു. കേട്ടിരിക്കണം. ആ മന്ത്രിനോട് പറയും, ഇത്രയും ജനങ്ങൾ ഈ പതിത്തോടെയാണ് നമ്മൾ വാങ്ങി തിന്നുന്നത്, അത് നിർത്താൻ പാടില്ല. അത്രയും വയ്യാതെ വരിക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഭിന്നശേഷിയാ ഞാൻ. എന്നാലും ഒരിക്കലും നിർത്താൻ പാടില്ല, അത് നിർത്താൻ പാടില്ല. മന്ത്രി കേൾക്കണം എന്തായാലും. ജനങ്ങൾ എത്ര പേര് വാങ്ങുന്നതാണ് ഈ പതിച്ചോറ്, അതെന്തായാലും നിർത്താൻ പാടില്ല. ജനങ്ങൾ ആരും പറയുന്നില്ലേ? സർക്കാർ തന്നെ അങ്ങനെ ഭക്ഷണം ഏർപ്പെടുത്തി തരുന്ന പറഞ്ഞ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി. സർക്കാർ തന്നെ MSC കിച്ചൺ വഴി ഇതുപോലെ നല്ല ഇതായിട്ട് നടത്താൻ കഴിയും എന്നാ തെളിയിക്കട്ടെ. പക്ഷെ ഇത് DYFI ഇത് നിർത്തരുത്, എനിക്കതേ പറയാനുള്ളൂ. കാരണം വളരെ മാന്യമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം, രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് ഈ ഉച്ചക്കത്തെ പൊതിച്ചോറ് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. മന്ത്രിയുടെ പ്രസ്താവന കേട്ടു. മന്ത്രി പ്രസ്താവന തീരെ അന്തല്ലാത്ത പ്രസ്താവന എന്നാണ് മനസ്സിലാവുന്നത്. എന്താ വെച്ചാല് 1 മാസം 1.5 മാസക്കായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക്, പാവപ്പെട്ട സാധുക്കൾ ആളുകൾക്ക് ഭയങ്കര ആശ്വാസമാണ് ഈ സംഭവം. ഇത് നിൽക്കാൻ പോവാന്ന് പറഞ്ഞാൽ തീരെ നന്മേണ്ട ഒരു തരിശ് പോലും ഇല്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാവുന്നത്. ഒരു നിലക്ക് ഇത് നിൽക്കാൻ പാടില്ല, ഇത് തുടരണം, നിർബാധം തുടരണം എന്നുള്ളതാണ് അഭിപ്രായം. സർക്കാർ തന്നെ സംവിധാനം ഒരുക്കുന്നതാണ് ഇപ്പൊ മന്ത്രി പറയുന്നത്. സംവിധാനം ഒരുക്കട്ടെ, ഒരുക്കിയതിന്റെ ശേഷം ഓക്കെ, ആദ്യം ബദൽ സംവിധാനം ഒരുക്കിയതിന് ശേഷം സംഗതി ഓക്കെ. അതില്ലാന്നുണ്ടെങ്കിൽ അതിപ്പോ നടക്കുന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആര് പറഞ്ഞാലും പാവപ്പെട്ട രോഗികൾക്ക് ഇത് ആര് ചെയ്യുന്ന ഏത് സംഘടന ചെയ്താലും വലിയൊരു ഉപകാരമാണ്. ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങി പോകുന്നത് ഇവിടെ നിൽക്കുന്ന രോഗികളുടെ കൂടെയുള്ള കൂട്ടിരിപ്പുകാർക്ക് വലിയൊരു ഉപകാരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. വലിയ സഹായം, അത് വലിയൊരു സഹായമാണ്. ആര് ചെയ്താലും വലിയൊരു പുണ്യം കിട്ടുന്ന സംഭവമാണിത്. ആര് കൊടുത്താലും, ഏത് ബാനറിന്റെ കീ കൊടുത്താലും പാവപ്പെട്ട രോഗികൾക്കാണ് ഇത് കിട്ടുന്നത്. അല്ലാണ്ട് ഇതിപ്പോൾ കോഴിക്കോട് അങ്ങാടി കൊണ്ട് വെറുതെ കൊടുക്കല്ലോ. ഇവിടെ കൊടുക്കുന്ന രോഗിന്റെ കൂട്ടിരിപ്പുകാർക്ക് ഇത് കൊടുക്കുന്നത് വലിയൊരു പുണ്യമുള്ള കാര്യമാണിത്. നിങ്ങൾ അതിനൊരു ബദലായിട്ട് ഒരു സംഭവം ചെയ്തു വെച്ചിട്ടാണ് ഈ വർത്താനം പറയുന്നതും കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ ആ സംഭവം വേണ്ട എന്ന് പറയുള്ളൂ. പിന്നെ 2 ഏക്കർ അപ്പുറത്ത് കൊണ്ടേ പൊതിച്ചോറ് വിതരണം ചെയ്യാൻ പറ്റുമോ? കഴിക്കുന്ന അന്നത്തിലടക്കം രാഷ്ട്രീയം കാണുന്ന ആൾക്കാരെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഇനി അഥവാ കൊടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കൊടിയില്ലാതെ നിങ്ങൾ ഈ പരിപാടി ചെയ്യൂ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നല്ലത് പറഞ്ഞില്ലെങ്കിലും അതിലൂടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതെ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. അതിലടക്കം ഇതേപോലത്തെയുള്ള അധികാരത്തിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് ആൾക്കാരെ തമ്മിലടിപ്പിക്കാതിരിക്കട്ടെ. മന്ത്രി പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യുക. ഞാൻ എന്റെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.